ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടന്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യനോട് എന്നോ പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, സംഘടനകളിലെ എല്ലാവരെയും പറഞ്ഞു, ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും. ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ കൃത്യമായ നടപടി എടുത്തേ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സംഘടന, അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വീട്ടിൽ. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. ആദാമിന്റെ ഭാര്യയുടെ കൂടെ സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനൊരു സിനിമ വേൾഡ് ഇന്ത്യൻ ലോക സിനിമ ചരിത്രത്തിന് അപൂർവമായ സിനിമയാണ്. പിന്നെ പറയാം, കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടപ്പോഴാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയത്തിൽ പെടുത്തുന്നത്. ഈ ആർജവം ഉണ്ടോലും തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച്. ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? വഷളത്തരം, അശ്ലീലത്തരം. പഠിച്ച് പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷ എഴുതി മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി 4 വർഷം കഴിഞ്ഞ് പൂർത്തി വെച്ച റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യന് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുണ്ട്. ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, സംഘടനകളിലെ എല്ലാവരെയും പറഞ്ഞു, ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും. നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ മാറി മാറി പോകാതെ. അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും, നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകളൊക്കെ. പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയിൽ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ അത് എന്തെങ്കിലും മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേരായി മാറുന്നുണ്ടോ? ഒരിക്കലല്ല, നേരെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ 70 പേജുകളുടെ വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗാണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിളായി കൂടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, ഓരോ സിനിമാ മേഖലകളിലും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരാൻ. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പറയുന്നത്. സാറിപ്പോൾ 2017 ഇത് കൊടുത്തത്. ഇത്രയും വർഷം എടുത്തു. എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറഞ്ഞാൽ ഉന്നതരുണ്ട്, ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിനുമില്ല. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണ്. ഇപ്പോൾ അവർ സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ താഴ്ത്തി കിടത്തില്ലേ? അതുകൂടെ വേണം ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഇരകളുടെ സ്വകാര്യത മാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ കൃത്യമായ നടപടി എടുത്തേ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അതൊരു ഇത്തരം ആളുകൾ ആരാണ്? അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം ആ ആളുകളുടെ. അതെ, വൈകേണ്ട റിപ്പോർട്ടല്ലാന്ന് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത് വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പൊതുസമൂഹത്തോട് പറയുന്നത് എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത്? ഒരു നല്ലൊരു റിപ്പോർട്ടുണ്ട്, എന്തിനാണ് ഇത് ഭയക്കുന്നത്? അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നു വന്ന പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും അത് മാറില്ല. നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വീട്ടിൽ.
ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നത്. ഇത് തിലകൻ ചേട്ടൻ്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യനൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിൽ ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടനുണ്ടാകുന്ന ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹമൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉയർന്നു വരും. അതിന് കാരണക്കാര് നമ്മളും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യയിൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനൊരു സിനിമ വേൾഡ് ഇന്ത്യൻ ലോക സിനിമ ചരിത്രത്തിന് അപൂർവമായ സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. അത് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടാക്കിയ അത്തരം സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് ഈ മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്ക് കമേഴ്സ്യൽ സിനിമ ചെയ്തപ്പോൾ കണ്ണനോടൊക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച പുറത്തേക്ക് കുറച്ച് ഫൈറ്റ് എന്താ ആളുകൾ കാണിക്കുന്നുണ്ടോ? കാണും. സ്ത്രീകൾക്ക് ഫൈറ്റൊക്കെ ചെയ്യണം. സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും ചെയ്യാം. സ്ത്രീകളെ ഫൈറ്റ് കാരണം എന്താ നമ്മൾ അച്ഛന്മാരാട്ടി മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. നമ്മളങ്ങനെ ജീവിക്കും. നമ്മൾ അമ്മമാരാട്ടി നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. കാലം മാറും തരും. നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തേക്ക് വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി നമ്മൾ മനസ്സിലാക്കും. ആർജവം അല്ലെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടപ്പോഴാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് നമ്മളെ സംശയത്തിൽ പെടുത്തുന്നത്. ഈ ആർജവം ഉണ്ടോലും തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച്